സ്റ്റെഫിനാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ സൈക്കിളിൽ ടയർ ഉണ്ടാവില്ലേ, അത് മൊത്തം ഇതേപോലെ എന്താ പറയുക ഒരു ക്രോം ഫിനിഷിനകത്തായിരിക്കും വരിക. പക്ഷെ അങ്ങനത്തെ ടയർ നമുക്ക് എങ്ങനെ ഇതേപോലത്തെ ഒരു മാറ്റ് ആൻഡ് ഗ്ലോസ് ലുക്ക് കൊടുക്കാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വൃത്തിയാക്കാൻ താഴെ തന്നെ വേണ്ടത് ഒരു സിറിഞ്ചും പിന്നെ ഒരു പഴയ തുണിയാണ്. അപ്പോൾ സിറിഞ്ചിൻ്റെ ഉള്ളിലായത് നമുക്ക് വേണമെങ്കിൽ ടിന്നർ ഉപയോഗിക്കാം, ടർപ്പൻ്റ് ഉപയോഗിക്കാം, ഡീസൽ ഉപയോഗിക്കാം, മണ്ണെണ്ണ ഉപയോഗിക്കാം, എന്ത് ഉപയോഗിക്കാം. അപ്പോൾ വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം നമ്മുടെ ചെളി മണ്ണ് മാത്രമല്ല, ഈ ഗ്രീസ് അതേപോലത്തെ സാധനങ്ങളൊന്നും കളയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ടർപ്പൻ്റാണ് ഉപയോഗിച്ചേക്കണത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാധനം ഉപയോഗിക്കാം. അത് ആദ്യം പെയിൻ്റ് അടിക്കുന്ന സ്ഥലത്ത് അങ്ങനെ കുറച്ച് സിറിഞ്ച് കൊണ്ട് ചെയ്യാം. പിന്നെ സിറിഞ്ച് എടുക്കാൻ പറഞ്ഞ സിറിഞ്ചും കൊണ്ട് ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും ഇത് ചെയ്യാൻ. അങ്ങനെ സ്പോക്കിൻ്റെ ഒക്കെ ഇടയിലും അവരിവിടെയൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് ചെയ്ത് കൊടുക്കാം, കുറച്ചൊന്ന് വൃത്തിക്ക് കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇത് ടപ്പൻ്റെ ഈ കുഞ്ഞിനെ തട്ടിയിട്ട് ഇങ്ങനെ വെക്കാം, എന്നിട്ട് ഇങ്ങനെ കാട്ടി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പണി വേഗം തീരും. കാണാൻ പറ്റില്ല, ഇതേപോലെ തന്നെ വൃത്തിക്ക് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ, ഇത് മൊത്തം വൃത്തിക്ക് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് മൊത്തം ഇതും കൂടി കുറച്ച് കഴിഞ്ഞിട്ട് ഈ തുണിയിൽ തന്നെ നല്ല പിന്നർ ആവാത്തൊരു ബാഗ് എടുക്കാം. ബാഗ് എടുത്തിട്ട് ഇത് മൊത്തം ഒന്നും കൂടി നല്ലോണം തുടയ്ക്കുക. അതിനകത്ത് പിന്നറിൻ്റെ ഒക്കെ എന്തെങ്കിലും ചെറിയ ഭാഗം ഉണ്ടെങ്കിൽ പെയിൻ്റ് അതിനകത്ത് സ്റ്റിക്കാവില്ല, പറഞ്ഞു വരും. മൊത്തം നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീലിൻ്റെ ഹബ്ബും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതാ ഇപ്പോൾ ഹബ്ബൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇതാ അങ്ങനത്തെ ഓരോരോ സ്പോക്ക് ഉണ്ടാവില്ലേ, നമുക്ക് പെയിൻ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിത് ടിന്നറൊക്കെ ഇട്ടിട്ട് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങാൻ വെക്കുന്ന നേരം കൊണ്ട് നമുക്കിതാ ഇതേപോലെ കുറച്ച് മാസ്കിങ് ടേപ്പ് എടുക്കുന്ന പകുതി ഇത്രയും വീതിയുണ്ട്, നമുക്ക് കുറച്ച് പകുതിയിൽ നിന്ന് ഒക്കെ കീറിയിട്ട് ഇതാ മാസ്കിങ് ടേപ്പ് എടുത്തിട്ട് നമ്മൾ ടയർ മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കാം. നമുക്ക് കാണാൻ പറ്റുമായിരിക്കും എവിടെ ആണ് നമുക്ക് കവർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മാസ്കിൻ്റെ ടേപ്പ് ആദ്യം കുറച്ച് ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതാ അതാ ഇങ്ങനെ ഓരോരോ ഭാഗത്തും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് മൊത്തം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാ ഇത് മൊത്തം ഞാൻ മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്തെ എഡ്ജുണ്ടാവില്ലേ, അത് മൊത്തമാണ് ഇപ്പോൾ മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിച്ചേക്കുന്നത്. ചെറിയ ഗ്യാപ്പൊന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമുക്കിനി പെയിൻറ്റിങ്ങിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം അടിക്കാൻ പോയതാ ഈ വാളുണ്ടാവില്ലേ, അവിടെ മഞ്ഞ അടിച്ച് പോയത് നേരത്തെ ടയർ വരെ. അപ്പോൾ ഇതാ ഇവിടെ ഗ്ലോസ് മഞ്ഞെടുത്തു. അടിക്കാൻ മുമ്പ് തലവത്തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുളിക്കാം. പെയിൻ്റൊക്കെ അടിയിലേക്ക് കൊണ്ടിട്ട് മിക്സാണ്. ഇനി നേരെ പിടിച്ചിട്ട് കുളിക്കാം. ഇത്രയും കുലുക്കി കഴിഞ്ഞിട്ട് ഒരു ടയർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ടയർ ഒന്ന് കറക്കി കൊടുത്തിട്ട് ഫ്രണ്ട്സ് കാണാൻ പറ്റുന്നതാ ഒരു സൈഡ് മൊത്തം അടിച്ചു കഴിഞ്ഞു. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് അടിക്കണം. ഫ്രണ്ട്സ്, ഓക്കെ, ഇനി അപ്പുറത്തെ സൈഡും കൂടി അടിച്ചിട്ട് കാണാം. സോ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫസ്റ്റത്തെ ലെയർ ഞാൻ മൊത്തം അടിച്ചുകൊണ്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് സെക്കൻഡ് ലെയർ പഠിച്ചു, ഉണങ്ങിയിട്ടില്ല. ഫസ്റ്റത്തെ ലെയർ ഉണങ്ങി കാണാൻ പറ്റും. ഇതിൻ്റെ മേലെ ഒരു കോട്ടും കൂടി അടിക്കണം.
നമുക്ക് ഇതേപോലെ തന്നെ നേരത്തെ അടിച്ച പോലെ തന്നെ ഒരു കോട്ടും കൂടി അടിച്ചിട്ട് ഇതും കൂടി മാസ്കിൻ്റെ പൊട്ടിക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കോട്ടും ഉണങ്ങി കഴിഞ്ഞു. ഇനി ഈ കോട്ടില്ലേ മഞ്ഞ, ഇതിൻ്റെ മേലെ കൂടി മാസ്കിൻ്റെ പൊട്ടിക്കണം. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്ത് അവിടുത്തെ പോലെ തന്നെ ബ്ലാക്ക് മാറ്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മഞ്ഞയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മാസ്കിൻ്റെ പൊട്ടിക്കുന്നത്. നമുക്ക് മാസ്കിൻ്റെ പൊട്ടിച്ചിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, നമ്മളിത് ഇതിൻ്റെ ഇത് മൊത്തം മറ്റേ മഞ്ഞ പെയിൻ്റ് അടിച്ചാൽ മൊത്തം നമ്മൾ ഈ ടേപ്പ് പൊട്ടിച്ചു. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്ത് മാറ്റ് ബ്ലാക്ക് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആവാതിരിക്കാൻ വേണ്ടി ടേപ്പ് പൊട്ടിച്ചാണെന്നതിൽ വൃത്തി അറിയാം. പക്ഷേ ഇത് പറിച്ച് മൊത്തം പെയിൻ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി അപ്പുറത്തെ സൈഡ് ഇതേപോലെ തന്നെ ഒട്ടിച്ച് പെയിൻറ്റ് അടിക്കാമെന്നത് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, ഇത് മൊത്തം നമ്മൾ ടേപ്പ് ഒട്ടിച്ചെടുത്തിരുന്നു. നമ്മൾ ടേപ്പൊക്കെ ഒട്ടിച്ച് നിർത്തിയത് ഒരു 11:30-12 മണി ആയപ്പോഴാണ് നമ്മൾ മൊത്തം ടേപ്പ് ഒട്ടിച്ചത്. എന്നിട്ടിപ്പോൾ സമയം 3:30. അത്രയും നേരം നല്ലൊരു മഴ ആയതുകൊണ്ട് ഇത്രയും വൈകി. പക്ഷേ വൈകിയതുകൊണ്ട് ഇതിനുള്ള പെയിൻറ്റ് ഉണ്ടാവില്ല, നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മാറ്റ് ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് കുലുക്കിയെടുക്കുക. ഫ്രണ്ട്സ്, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടയറില്ലേ, ടയറൊന്ന് കറക്കി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ഈ സൈഡിലടിക്കുക. ഫ്രണ്ട്സ്, ഇനി ഇത് ഒന്നുകൂടി കറക്കിയിട്ട് ഹബ്ബ് ഉണ്ടാവുമല്ലോ വീലിൻ്റെ, അവിടെയും കൂടെ നടിച്ചു കൊടുക്കാം. ഇതിപ്പം പെയിൻ്റൊക്കെ ചെറുതായിട്ട് തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സ്പോക്കാണ്. സ്പോക്കിനകത്ത് അടിക്കാൻ ഇത്ര റിസ്ക്കുള്ള പണിയാണ്. കാരണം ഇതിനകത്തേക്ക് പെയിൻ്റ് ആവില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പെയിൻറ്റ് മൊത്തം ഉണങ്ങിയിട്ടുണ്ട്. പറിക്കാൻ പോവുക. അപ്പോൾ പറിക്കാൻ പോകുമ്പോൾ എനിക്ക് കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സൈക്കിളിൽ ഇതുണ്ടാവില്ലേ, ഇത് പെയിൻറ്റ് പറിക്കാൻ നേരത്തെ ഈ മഞ്ഞ പൊളിഞ്ഞ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് പൊളിഞ്ഞ് ഇപ്പോൾ വന്നില്ലെങ്കിൽ നമ്മളിത് സൈക്കിളിലെ ബ്രേക്ക് പിടിക്കില്ലേ, ബ്രേക്ക് പിടിക്കുമ്പോൾ എന്തായാലും ഈ പെയിൻറ്റ് അങ്ങോട്ട് ഉരഞ്ഞ് പോവും. അതുകൊണ്ട് പൊളിഞ്ഞു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. നമുക്ക് ആ റിമിനകത്തൊരു ഡിസൈൻ ഉണ്ടാവുള്ളൂ, ഉള്ളത് ഗ്യാപ്പ്. ആ ഗ്യാപ്പിനുള്ള പെയിൻറ്റ് തരാൻ വേണ്ടി ഇങ്ങനെ ചെയ്തേ. അപ്പം നമുക്ക് പൊളിക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിളിൻ്റെ ടയർ മൊത്തം കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല മാറ്റ് ഇത് നല്ല അടിപൊളി ഫിനിഷ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും ഇവിടെ പെയിൻറ്റ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ പെയിൻറ്റ് അങ്ങനെ തന്നെ പോവുക. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കണ്ടോ ഡോട്ട്, അങ്ങനത്തെ ഗ്യാപ്പിനകത്തൊക്കെ ഇത് പെയിൻറ്റ് കയറാൻ വേണ്ടി നമ്മൾ അടിച്ചത്. എന്നാലും കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനത്തെ തന്നെ പെയിൻറ്റ് നിൽക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ബ്രേക്ക് പിടിച്ച് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ബ്രേക്കിൻ്റെ കേബിള്. പെയിൻറ്റ് അടിക്കാൻ വേണ്ടി സൈക്കിളിൽ എല്ലാ പാർട്സും അയച്ചു. ഈ ഹാൻഡിൽ കൂടെ മാത്രമേ അയക്കാനുള്ളൂ ഫ്രെയിമിൽ നിന്ന്. ഹാൻഡിലും ഇതും പിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ടയർ ഞാൻ ഇട്ട് വെച്ചത് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് വീഡിയോ നാളെ കാണുന്ന സൈനിങ് ഔട്ട്. ബൈ. Tell me pretty lies, look me in the face, tell me that you love